ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഭാവിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു കിടിലൻ മെറ്റീരിയലിനെ കുറിച്ചാണ്. അതെ, നമ്മൾ ഗ്രാഫീനിന്റെ അത്ഭുത ലോകത്തേക്ക് കടക്കുകയാണ്. ഒരു നിമിഷം ഈ ചോദ്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ എന്നാൽ അതേസമയം ഏറ്റവും കരുത്തുള്ള ഒരു വസ്തു. ഉത്തരം ഗ്രാഫീനാണ്. ശാസ്ത്രലോകത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു അത്ഭുത വസ്തു. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം എന്തുകൊണ്ടാണ് ഇതിനെ വണ്ടർ മെറ്റീരിയൽ എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ സൂപ്പർ പവറുകൾ, എവിടെയൊക്കെ ഉപയോഗിക്കാം. അവസാനം ഇതിൻ്റെ ഭാവിയെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ഈ അത്ഭുത വസ്തു എന്ന പേര് വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ശാസ്ത്രലോകം ഗ്രാഫീനെ ഇത്രയധികം പ്രതീക്ഷയോടെ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വാചകം തന്നെ എല്ലാം പറയുന്നുണ്ട്. അതായത് സംഭവം എന്താന്ന് വെച്ചാൽ ഗ്രാഫീന് ഒരു പ്രത്യേക കഴിവല്ല, മറിച്ച് ഒരുപാട് അസാധാരണ കഴിവുകൾ ഒരുമിച്ച് വന്നതാണ് അതിനെ ഒരു വണ്ടർ മെറ്റീരിയലാക്കി മാറ്റുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത്? അതിൻ്റെ ആ ഒരു മാജിക്കിൻ്റെ രഹസ്യം കിടക്കുന്നത് അതിൻ്റെ ഘടനയിലാണ്. വാ, നമുക്കതിൻ്റെ ആറ്റം ലെവലിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ പെൻസിലിൻ്റെ മുനയിൽ ഗ്രാഫൈറ്റ്, അതിൻ്റെ ഒരൊറ്റ ആറ്റത്തിൻ്റെ മാത്രം കനമുള്ളൊരു പാളിയാണ് ഈ ഗ്രാഫീൻ. ശരിക്കും ഒരു 2D മെറ്റീരിയൽ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ കാണുന്ന ചിത്രമൊന്ന് നോക്കൂ. ഒരു തേനീച്ചക്കൂട് പോലെ തോന്നുന്നില്ലേ? ഈ ഒരു ഹെക്സഗണൽ പാറ്റേൺ, ഈ ഒരു ഘടനയാണ് ഗ്രാഫീൻ്റെ എല്ലാ സൂപ്പർ പവറുകൾക്കും പിന്നിൽ. ഈ നമ്പർ കണ്ടോ? 0.34 നാനോമീറ്റർ. അത്രയുള്ളൂ ഒരു ഗ്രാഫീൻ ഷീറ്റിൻ്റെ കനം. നമ്മുടെ ഒരു മുടിയിഴയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് കനം കുറവ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അത്ഭുതം തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിനെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? നമുക്കതിൻ്റെ സൂപ്പർ പവറുകളിലേക്കൊന്ന് കടക്കാമല്ലേ? ഈ കാണുന്ന ടേബിളിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കഴിവുകളുണ്ട്. ഭയങ്കരമായ ശക്തി, പിന്നെ ചൂടും കറണ്ടും കടത്തിവിടാനുള്ള കഴിവ്, സുതാര്യത, അങ്ങനെ പലതും. ഓരോന്നിലും ഗ്രാഫീൻ ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 ഗുണങ്ങൾ. ഒന്ന്, അതിൻ്റെ കരുത്ത്. സ്റ്റീലിനേക്കാൾ 100 കണക്കിന് മടങ്ങ് ശക്തിയുണ്ടെന്നാ പറയുന്നത്. 2, കറണ്ട് കടത്തിവിടാനുള്ള കഴിവ്. ചെമ്പിനേക്കാളൊക്കെ എത്രയോ മികച്ചതാ. ഒരേ മെറ്റീരിയലിൽ ഈ 2 ഗുണങ്ങളും ഒരുമിച്ച് വരുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അതുമാത്രമല്ല കേട്ടോ, ഇതിന് ഭയങ്കര സർഫസ് ഏരിയയുണ്ട്. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റും. നല്ല ഫ്ലെക്സിബിളാണ്. പോരാത്തതിന് ഇത് കംപ്ലീറ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് ഇതിലൂടെ നമുക്ക് അപ്പുറം കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ലിസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് ഇതിൻ്റെ റേഞ്ച് മനസ്സിലാവും. നമ്മുടെ കയ്യിലുള്ള ഫോണും കമ്പ്യൂട്ടറും മുതൽ എനർജി സ്റ്റോറേജ്, അതായത് ബാറ്ററികൾ, പിന്നെ മെഡിക്കൽ ഫീൽഡിൽ വരെ ഇതിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സാധ്യതകൾക്ക് ഒരു അവസാനമില്ല. ഇതിൻ്റെ ആ കറണ്ട് കടത്തിവിടാനുള്ള കഴിവുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് അടുത്ത തലമുറയിലെ ഇലക്ട്രോണിക്സ് ഉണ്ടാക്കാം. മിന്നൽ വേഗമുള്ള കമ്പ്യൂട്ടറുകൾ, മിനിറ്റുകൾക്കുള്ളിൽ ചാർജ് ആവുന്ന ബാറ്ററികൾ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധ്യത. അതുപോലെ തന്നെ അതിൻ്റെ ശക്തിയും ഫ്ലെക്സിബിലിറ്റിയും വെച്ച് നമുക്ക് മറ്റു മെറ്റീരിയലുകളെ ബലപ്പെടുത്താം. അതായത് ഭാരം കുറഞ്ഞതും എന്നാൽ ഒടുക്കത്തെ ശക്തിയുമുള്ള കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉണ്ടാക്കാം. വിമാനങ്ങളിലും കാറുകളിലുമൊക്കെ ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരും. നമ്മൾ ഗ്രാഫീനിൻ്റെ പല കാര്യങ്ങളും കണ്ടു. ഇനി എന്താണ് ഭാവി? ഈ ഒരു 2D മെറ്റീരിയൽ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഗ്രാഫീനിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവല്ല, മറിച്ച് അതിൻ്റെ ശക്തി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, സുതാര്യത, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. നമ്മൾ ഇതുവരെ സ്വപ്നം മാത്രം കണ്ടിരുന്ന പല ടെക്നോളജികളും യാഥാർത്ഥ്യമാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഗ്രാഫീൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. ഇനി ചോദ്യം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല, മറിച്ച് നമ്മൾ മനുഷ്യർ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ്. ആ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ചിന്തിക്കുക.